ഹായ് നമസ്കാരം. ഞാൻ മണികണ്ഠൻ, സ്പെൻസർ ഫാഷൻ ഹബ്ബ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ കുറച്ച് ഷർട്ടിൻ്റെ ഈ അയൺ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഷോപ്പിൽ വരുന്ന ഓരോരുത്തർക്കും പിന്നെ ഓരോ കാര്യങ്ങൾ ഇതേപോലെയുള്ള ഡൗട്ടുകൾ വന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. അവർക്ക് പാൻറ്റൊക്കെ അയൺ ചെയ്യുമ്പോൾ പിന്നെ തീരെ കറക്റ്റായിട്ട് അതിൻ്റെ ലൈന് കിട്ടുന്നില്ല. എങ്ങനെയാണ് അയൺ ചെയ്യേണ്ടത്, ഇൻസൈഡൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കറക്റ്റായിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ പാൻറ്റിൻ്റെ അയണിങ്ങിനെ കുറിച്ച് ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാം. പാൻറ് അയൺ ചെയ്യുമ്പോൾ എന്തായാലും നമ്മുടെ ഇസ്തിരി ചെയ്യുന്ന മേശ വളരെ ക്ലീൻ ആയിട്ടിരിക്കണം. ഒരു പൊടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. എപ്പോഴും അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് വേണം നമ്മൾ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്ക് വളരെ കറക്റ്റ് ആക്കുക. അതേപോലെ തന്നെ പോക്കറ്റിൻ്റെ വല്ല സാധനങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ക്ലീൻ ആക്കി വെക്കണം. അല്ലെങ്കിൽ അവിടെ ഷൈനിങ് വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പാൻറ് സെൻറ്ററിലേക്ക് ക്രീസ് വരുന്നമായിട്ട് അയണിങ് ഉണ്ട്, സൈഡിലേക്ക് ക്രീസ് വരുന്നമായിട്ട് അയണിങ് ഉണ്ട്. അപ്പോൾ ഇതുവരെയൊക്കെ ആൾക്കാർക്ക് ഇപ്പോൾ ജീൻസും കോട്ടൺ പാൻറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ സൈഡിലേക്കാണ് ക്രീസ് വന്നിരുന്നത്. ഇപ്പോൾ രണ്ടാമത് ഫോർമൽ പാൻറ്റിന് ഇപ്പോൾ രണ്ടാമതായിട്ട് ഇപ്പോൾ സെൻറ്ററിലേക്ക് തന്നെ ക്രീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലീറ്റ് വരുമ്പോഴും സെൻറ്ററിലേക്കാണ് ക്രീസ് വരിക. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ എന്നുണ്ടെങ്കിൽ കറക്റ്റ് നമ്മുടെ മേശമേ അയൺ ചെയ്യുന്ന മേശമേ കറക്റ്റ് നിവർത്തി ഇട്ടിട്ട് ഡാർക്ക് കളറ് പാൻറ് മറ്റോ ആണെങ്കിൽ വളരെ തിന്നായിട്ടുള്ള വല്ല കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് വേണം അതിൻ്റെ മീതെ ഇട്ടിട്ട് വേണം നമ്മൾ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ചെറുതായിട്ട് കുറച്ച് വെള്ളമൊക്കെ വാട്ടർ സ്പ്രേ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ അയൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗ്രീസ് കുറേ ടൈം നിൽക്കും. അപ്പോൾ അത് സ്റ്റീം എപ്പോഴും നമ്മൾ അതിൻ്റെ ചൂട് വളരെ ശ്രദ്ധിക്കണം. കോട്ടൻ്റെ തുണിയാണോ, അത് പോളിസ്റ്റർ മിക്സിംഗ് ആണോ, ടിയർ ആണോ, വൂളാണോ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ചൂടിന് ക്രമീകരിക്കണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മറ്റേ അയൺ ബോക്സ് കറക്റ്റായിട്ട് നമ്മുടെ അതിൻ്റെ മീതെ ഇട്ടിട്ട് കറക്റ്റ് വാട്ടർ സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ സ്ലോവിൽ നമ്മൾ അയൺ ചെയ്താൽ മതി. അപ്പോൾ അതേപോലെ ആ വെള്ളം കംപ്ലീറ്റ് വറ്റിയിട്ട് വേണം നമ്മൾ നീക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വല്ല സ്കെയില അല്ലെങ്കിൽ വല്ല മറ്റേ മാർബിളിൻ്റെ കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അയൺ ചെയ്യുമ്പോൾ തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അയൺ ചെയ്തോട്ട് ഒന്ന് പ്രസ് ചെയ്ത് വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്രീസ് അതേപോലെ തന്നെ കറക്റ്റായി നിൽക്കും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഒരു കാല് അയൺ ചെയ്തിട്ട് ആ കാല് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് എന്നിട്ട് വേണം മറ്റേ കാല് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ അത് ആ അയൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കാലും സമമായിട്ട് ഇട്ടിട്ട് ഒന്നും കൂടി അതുമേ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോൾഡിങ്ങും കാര്യങ്ങളൊക്കെ പോവും. അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ആംഗിളിൽ അപ്പോൾ തന്നെ എടുത്തിട്ട് അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ അലമാരയിൽ തൂക്കിയിട്ടുണ്ടെങ്കിൽ അത് കുറേ ടൈം നിൽക്കും. അത് ചുളിവോ കാര്യങ്ങളോ ഉണ്ടാവില്ല. നമ്മൾ പാൻറ്റൊക്കെ ഉപയോഗിച്ചിട്ട് അതായിട്ട് ഉപയോഗിക്കുമ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ തിന്നായ കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് അയൺ ചെയ്യുന്നതുകൊണ്ട് അതിന് ഷൈനിങ് വരില്ല. കുറേ കാലം ഈട് നിൽക്കും ചെയ്യും. അയണിങ് വളരെ പെർഫെക്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ പാൻറ്റിൽ അയൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പാൻറ്റ് വളരെ നീറ്റായിട്ട് ഏത് സമയത്തും പുതിയതിൻ്റെ ലുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ പാൻറ്റിൻ്റെ അയണിങ്ങിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മുടെ വാട്സപ്പിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലോത്ത് സെലക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് അതേപോലെ തന്നെ അളവിൽ വല്ല മാറ്റം ഉണ്ടെങ്കിൽ അത് വരുത്താൻ പറ്റും. സാധാരണ റെഡിമെയ്ഡ് എടുക്കുന്ന പോലെ ആ റെഡിമെയ്ഡ് മാത്രം എടുക്കേണ്ട ആവശ്യമില്ല. അതിൽ നമുക്ക് വല്ല സൈസിലിട്ട് മാറ്റം ഉണ്ടെങ്കിൽ ആ മാറ്റം അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേ സൈസിൽ നമുക്ക് പുതിയതായിട്ട് അതേ അളവിലുള്ള പാൻറ്റോ ഷർട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും.